ഇത് കണ്ട് മക്കളെ നല്ല മത്തിക്കുട്ടന്മാർ കിടക്കുന്നത്. അതിൻ്റെ എല്ലാ മത്തിക്കുട്ടന്മാരെ വയറ്റിലും കുട്ടികളും ഉണ്ട് കേട്ടോ. മത്തിക്കറി ഉണ്ടാക്കണം. ഇവിടെ ഉപ്പേരി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. കയ്പ്പയ്ക്ക, ചക്കക്കുരു, ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, മീൻ വറുത്തു. മീനും വറുത്തു, കൂട്ടത്തിൽ മീനിൻ്റെ കുട്ടികളെയും വറുത്തു കേട്ടോ. വറുക്കണത് പിന്നെ ലാസ്റ്റ് വയ്ക്കുള്ളൂ. പിന്നെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം പോലെ ഒരു മത്തിക്കറി, പുളിയും കറി കേട്ടോ. പുളി വെള്ളം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചോറുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ സൺഡേ ഇന്നത്തെ ലഞ്ചാണ്. കുറേ വെറൈറ്റീസ് ഉണ്ട്. ആദ്യത്തെ കാണാൻ നമുക്ക് നല്ല വെളുത്ത ചോറ്, മീൻ കറി, മത്തിക്കറി, ഉപ്പേരി, കയ്പ്പയ്ക്ക ചക്കക്കുരു ഉപ്പേരി, പിന്നെ വെള്ളരിക്ക പച്ചടി, പിന്നെ ഉള്ളത് മറ്റേ മീൻ വറുത്തതുണ്ട്. മീൻ കുട്ടികളെയും വറുത്തിട്ടുണ്ട്. എല്ലാം ഹാഫ് വേവിലാട്ടോ വറുത്ത് വെച്ചേക്കുന്നത്. പിന്നെ പപ്പടമുണ്ട്. പിന്നെ വറുത്ത മുളകും ഉണ്ട്. വറുത്ത മുളകൊക്കെ ഒരു കണക്ക് തന്നെയാണ്. നല്ല ഉപ്പിൻ്റെ കട്ടുള്ള വറുത്ത മുളകാണ്. കാരണം കടയിൽ നിന്ന് മേടിച്ചതല്ലേ. അപ്പോൾ കഴിച്ചാലോ? എല്ലാം കൂട്ടി കഴിച്ചാൽ ഏതെടുക്കേണ്ടതെന്ന് കൺഫ്യൂഷനാട്ടോ എനിക്ക്. കുറേ ഐറ്റം ഉണ്ടായപ്പോൾ നല്ല കഴിച്ച് നോക്കാം. കഴിച്ച് കഴിച്ച് നോക്കി. നന്നായിട്ടുണ്ട്. പക്ഷേ മീൻ കറിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് കഴിച്ചപ്പോൾ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ബിക്കോസ് ഉപ്പേരിയിലും വറുത്ത മുളകിലും നല്ല ഉപ്പാണ്. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അത് കൂട്ടി കഴിച്ചാൽ മതി. പിന്നെ എന്താ മീൻ കുട്ടന്മാരെടുത്തു ഞാൻ. ഫേവറേറ്റാണ് എൻ്റെ, അത് ഫേവറേറ്റായിട്ടാണ്. പക്ഷെ ഇതിലേക്ക് ഏറ്റവും ഇഷ്ടം ചക്കക്കുരുവിൻ്റെ ഉപ്പേരി കേട്ടോ. ചക്കക്കുരു ഉണ്ടാക്കുമ്പം അതിൻ്റെ ബ്രൗൺ കളർ തൊലി കളയാതെ ഇട്ടാൽ ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ബ്രൗൺ കളർ തൊലി കളഞ്ഞിട്ടാണ് ചക്കക്കുരു ഉണ്ടാക്കുക വെച്ചാൽ ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നം വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ തൊലി കളയാതെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കയ്പ്പുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനലൊന്ന് വളർത്തിയെടുക്കണം. എനിക്കൊരു സഹായമാവും അത് വളർന്ന് കിട്ടിയാൽ. അതിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ഫുഡ് കഴിച്ചല്ലോ അല്ലേ? എന്നാൽ ശരി, ബൈ.